शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गणितं फलं शुगमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം അഞ്ചാമത്തെ അധ്യായം. ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നു. ശ്ലോകം 19 മുതൽ 23 വരെ വായിക്കാം. ഇദം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹി മേ ഹൃദയം യത്ര ധർമ്മഃ പൃഷ്ഠേ കൃതോ മേ യഥധർമ്മ ആരാത് അധോ ഹി മാം ഋഷഭം പ്രാഹുരാജ്യ. തസ്മാത് ഭവന്തോ ഹൃദയേന ജാതാ സർവേ മഹീയാൻ സമമും സനാഭം അക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജധ്വം ശുശ്രൂഷണം തദ്ഭരണം പ്രജാനാം. ഭൂതേഷു വിരുദ്ധ്യ ഉദുത്തമായേ സരീസൃപാസ്തേഷു സബോധനിഷ്ഠാഃ തതോ മനുഷ്യാ പ്രമഥാസ്തതോപി ഗന്ധർവസിദ്ധാ വിബുധാനുഗായേ. ദേവാസുരേഭ്യോ മഘവത് പ്രധാന ഗച്ഛാദയോ ബ്രഹ്മസുതാസ്തു തേഷാം ഭവപരസോധ വിരിഞ്ച വീര്യ സമത്പരോഹം ദ്വിജദേവദേവഃ. ന ബ്രാഹ്മണൈസ്തുലയേ ഭൂതമന്യത് പശ്യാമി വിപ്രാ കിമതഃ പരം തു യസ്മിൻ നൃപേ പ്രഹുതം ശ്രദ്ധയാഃ അശ്നാമി കാമം ന തഥാഗ്നിഹോത്രേ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. രമാഭായി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 5 അധ്യായം 5. ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നു. ശ്ലോകം 19. ഇദം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹി മേ ഹൃദയം യത്ര ധർമ്മ പൃഷ്ഠേ കൃതോ മേ യഥധർമ്മ ആരാത് അധോ ഹി മാം ഋഷഭം പ്രാഹുരാര്യാഃ. വിവർത്തനം. എന്റെ അതീന്ദ്രിയ ശരീരം സത്ത് ചിത്ത് ആനന്ദ വിഗ്രഹം ശരിക്കും ഒരു മനുഷ്യരൂപം പോലെ തോന്നിക്കുമെങ്കിലും അതൊരു ഭൗതിക മനുഷ്യ ശരീരമല്ല. ആരാലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണത്. ഒരു പ്രത്യേക തരത്തിലുള്ള ശരീരം സ്വീകരിക്കാൻ ഞാൻ പ്രകൃതിയാൽ നിർബന്ധിതനാകുന്നില്ല. ഞാൻ എൻ്റെ സ്വേച്ഛാപ്രകാരം എനിക്ക് ഇഷ്ടമുള്ള ശരീരം സ്വീകരിക്കുന്നു. എൻ്റെ ഹൃദയം എപ്പോഴും ആധ്യാത്മികമാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഭക്തന്മാരുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിനാൽ ഭക്തന്മാർക്ക് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭക്തിയുത സേവനം എൻ്റെ ഹൃദയത്തിൽ സദാ കാണാൻ കഴിയുന്നു.
അതിനും പുറമെ അധാർമികവും ഭക്തിശൂന്യവുമായ എല്ലാ പ്രവർത്തികളും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുപേക്ഷിച്ചിരിക്കുന്നു. അവ എനിക്ക് ആകർഷകമല്ല. ഈ അതീന്ദ്രിയ യോഗ്യതകളെല്ലാം ഉള്ളതിനാൽ ജനങ്ങൾ പൊതുവെ എല്ലാ ജീവസത്തകളിലും വെച്ച് ശ്രേഷ്ഠനായ ഋഷഭദേവൻ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് വിളിച്ച് എന്നെ പ്രാർത്ഥിക്കുന്നു. ശ്ലോകം 20. തസ്മാത് ഭവന്തോ ഹൃദയേന ജാത സർവേ മഹീയാം മമും സനാപം അക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജധ്വം ശുശ്രൂഷണം തത് ഭരണം പ്രജാനാം. വർത്തനം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ആധ്യാത്മിക ഗുണങ്ങളുടെ ഇരിപ്പിടമായ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങൾ എല്ലാവരും ജനിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഭൗതികവാദികളെ പോലെയോ അസൂയാലുക്കളായ മനുഷ്യരെ പോലെയോ ആയിത്തീരരുത്. നിങ്ങൾ ഭക്തിയുത സേവനത്തിൽ ഔന്നിത്യമാർജിച്ച നിങ്ങളുടെ മൂത്ത സഹോദരൻ ഭരതനെ അംഗീകരിക്കണം. നിങ്ങൾ ഭരതന് വേണ്ടി സേവനം ചെയ്യുന്ന പക്ഷം അത് എനിക്ക് കൂടിയുള്ള സേവനമാവുകയും അതുമൂലം നിങ്ങൾക്ക് യാന്ത്രികമായി ജനങ്ങളെ ഭരിക്കാൻ സാധിക്കുകയും ചെയ്യും. ശ്ലോകം 21-22. ഭൂതേഷു വിരൂപ്യ ഉദത്തയായേ സരീ സ്രഭാസ്തേഷു സബോധനിഷ്ഠാഃ തതോ മനുഷ്യ പ്രമദാസ്തദോപി ഗന്ധർവ സിദ്ധാഭിബുധാനുഗായേ ദേവാസുരേഭ്യോ മഗവത് പ്രധാന ദക്ഷാദയോ ബ്രഹ്മസുതാസ്തു തേഷാം ഭവപരസോദ വിരിഞ്ച വീര്യ സമത്പരോഹം ദ്വിജദേവദേവഃ. വിവർത്തനം. പ്രത്യക്ഷമായ രണ്ട് ശക്തികളിൽ ജീവസത്തയും ജഡപദാർത്ഥവും, ജീവശക്തിയുള്ളവ സസ്യങ്ങളും പുല്ലുകളും വൃക്ഷങ്ങളും ചെടികളും, ജഡപദാർത്ഥങ്ങളെക്കാൾ ശില, മണ്ണ് മുതലായവ ഉത്കൃഷ്ടങ്ങളാണ്. അചരങ്ങളായ ചെടികളെക്കാളും സസ്യങ്ങളെക്കാളും ശ്രേഷ്ഠം ചലിക്കാൻ കഴിയുന്ന വിരകളും പാമ്പുകളുമാണ്. വിരകളെക്കാളും സർപ്പങ്ങളെക്കാളും ശ്രേഷ്ഠത ബുദ്ധി വികസിച്ച മൃഗങ്ങൾക്കുണ്ട്. മൃഗങ്ങളെക്കാൾ ഉത്കൃഷ്ടരാണ് മനുഷ്യജീവികൾ. മനുഷ്യർക്കും മീതെയാണ് പ്രേതങ്ങൾ, കാരണം അവയ്ക്ക് ഭൗതിക ശരീരങ്ങളില്ല. പ്രേതങ്ങളെക്കാൾ ശ്രേഷ്ഠത ഗന്ധർവർക്കും, ഗന്ധർവരെക്കാൾ ശ്രേഷ്ഠത സിദ്ധർക്കും, സിദ്ധരെക്കാൾ ശ്രേഷ്ഠത കിന്നരർക്കും, അവരെക്കാൾ ശ്രേഷ്ഠത അസുരന്മാർക്കുമുണ്ട്. അസുരന്മാരെക്കാൾ ഉന്നതർ ദേവന്മാരും, ദേവന്മാരിൽ പരമോന്നതൻ സ്വർഗാധിപതി ദേവേന്ദ്രനുമാണ്. ദക്ഷനെ പോലുള്ള ബ്രഹ്മാവിന്റെ പുത്രന്മാർ ഇന്ദ്രനേക്കാൾ ശ്രേഷ്ഠരാണ്. ബ്രഹ്മാവിന്റെ പുത്രന്മാരിൽ പരമോന്നതൻ മഹാദേവനും, മഹാദേവൻ ബ്രഹ്മദേവന്റെ പുത്രനാകയാൽ പരമോത്കൃഷ്ടനായി ബ്രഹ്മാവിനെ പരിഗണിക്കുമെങ്കിലും ബ്രഹ്മാവും പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനായ എനിക്ക് കീഴിലാണ്. എനിക്ക് ബ്രാഹ്മണരോട് താല്പര്യമുള്ളതിനാൽ ബ്രാഹ്മണരാണ് സർവരിലും ശ്രേഷ്ഠർ. ശ്ലോകം 23. ന ബ്രാഹ്മണേസ്തു ദലേ ഭൂതമന്യത് പശ്യാമി വിപ്രാകിമത പരം തു യസ്മിൻ നൃഭീ പ്രഹുതം ശ്രദ്ധയാഹം അസ്നാമി കാമം ന തദാഗ്നിഹോത്രേ. വിവർത്തനം. അല്ലയോ ബഹുമാന്യരായ ബ്രാഹ്മണരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ആരും തന്നെ ബ്രാഹ്മണർക്ക് തുല്യമോ അവരെക്കാൾ ശ്രേഷ്ഠമോ അല്ല. അവരോട് താരതമ്യപ്പെടുത്താൻ ഞാൻ ആരെയും കാണുന്നില്ല. വൈദിക തത്വങ്ങൾ അനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ എൻ്റെ ആന്തരികോദ്ദേശം അറിയുന്ന ജനങ്ങൾ എനിക്ക് വേണ്ടി ഭക്തിവിശ്വാസങ്ങളോടെ ബ്രാഹ്മണരുടെ വായ്കളിലൂടെ ഭക്ഷണം സമർപ്പിക്കുന്നു. അപ്രകാരം എനിക്ക് ഭോജനം സമർപ്പിക്കപ്പെടുമ്പോൾ ഞാൻ അവ പൂർണ്ണ സംതൃപ്തിയോടെ ഭുജിക്കുന്നു. തീർച്ചയായും ആ രീതിയിൽ സമർപ്പിക്കപ്പെടുന്ന ഭോജനങ്ങൾ യജ്ഞത്തിൽ സമർപ്പിക്കുന്ന ഭക്ഷണങ്ങളെക്കാൾ ഹരേ കൃഷ്ണ എനിക്ക് സന്തോഷം പകരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഋഷഭദേവൻ തന്റെ പുത്രന്മാർക്കും തന്റെ രാജ്യത്തിലെ പൗരന്മാർക്കും ഉള്ള ഉപദേശം തുടരുന്നു.
ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന നിർദ്ദേശം ഭഗവാന്റെ നേരിട്ടുള്ള ഉപദേശമാണ്. ഭഗവാന്റെ നേരിട്ടുള്ള സന്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഉപദേശങ്ങൾക്കൊന്നും പിന്നെ പ്രാധാന്യമില്ല. അതുകൊണ്ട് ഏറ്റവും ഉയർന്ന നിർദ്ദേശമായിട്ട് ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ടത് ഭഗവാന്റെ നേരിട്ടുള്ള സന്ദേശമാണ്. ഭഗവാൻ എന്താണോ പറഞ്ഞത് അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള നിർദ്ദേശം എന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഋഷഭദേവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സന്ദേശം, ഭഗവാന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ധർമ്മം. അത് ചെയ്യാത്ത വ്യക്തി ഗുരുവായിട്ടിരിക്കാനോ മാതാപിതാക്കളായിട്ടിരിക്കാനോ ദേവനായിട്ടിരിക്കാനോ ബന്ധുവായിട്ടിരിക്കാനോ ഒന്നും യോഗ്യനല്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗുരു ആണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഒരു യഥാർത്ഥ ബന്ധുവാണെങ്കിലും പിതാവാണെങ്കിലും അവർ അവരുടെ അനുയായികൾക്ക്, പിന്തുടർച്ചക്കാർക്ക് നൽകേണ്ട സന്ദേശം ഭഗവാൻ നൽകിയ സന്ദേശം തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഭഗവാൻ നൽകിയ സന്ദേശത്തിനോട് യോജിക്കുന്ന രീതിയിലായിരിക്കും. അതാണ് സമൂഹത്തിലെ ഉയർന്ന വ്യക്തികളുടെ, ഒരു രാജാവിന്റെ, ഗുരുവിന്റെ, പിതാവിന്റെ, പതിയുടെ ഒക്കെ കടമ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അത് ചെയ്യാത്ത വ്യക്തി പേരിന് മാത്രം ഗുരുവായിട്ടിരുന്നത് കൊണ്ടോ പിതാവായിരുന്നത് കൊണ്ടോ മാതാവായിരുന്നത് കൊണ്ടോ പതിയായിരുന്നത് കൊണ്ടോ അവർക്ക് അതിനുള്ള യോഗ്യത വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഭഗവാന്റെ സന്ദേശത്തിനാണ് ഏറ്റവും ഉയർന്ന പ്രാധാന്യമുള്ളത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ 19ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാനെ ഒരു സാധാരണ വ്യക്തിയെ പോലെ, ഒരു ശരീരം ലഭിച്ചിട്ടുള്ള വ്യക്തിയെ പോലെ കാണുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ശരീരം ഭൗതികമായിട്ടുള്ള ഒരു ശരീരമല്ല എന്നുള്ള കാര്യം ഭഗവാൻ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ പറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഭക്തന്മാർ അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അവർ സ്വീകരിക്കും. പക്ഷെ ആസുരിക ബുദ്ധിയുള്ളവർക്ക് അതങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാനും ഭഗവാനെ പോലെ തന്നെയാണ് എന്ന് കരുതുന്നവർ എന്താണ് ഇദ്ദേഹത്തിന് മാത്രം ഇത്ര പ്രത്യേകത എന്നുള്ള രീതിയിൽ അവർ ഭഗവാനെ അംഗീകരിക്കാതെ പോകും. അവജാനന്തി മാമൂഢ മനുഷ്യൻ തനുമാശ്രിതം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ മൂഢന്മാരായി ഭഗവാനെ അവഗണിക്കുകയും ഭക്തന്മാർ ഭഗവാന്റെ എല്ലാ അതീന്ദ്രിയ ഗുണങ്ങളും അതേപടി അംഗീകരിക്കുകയും ചെയ്യും. അതാണ് ഭക്തന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഭഗവാന്റെ ശരീരം കാണുന്ന സമയത്ത് ഭൗതികമായിട്ട് തോന്നുമെങ്കിലും അത് ഒരു സാധാരണ മനുഷ്യ ശരീരമല്ല എന്ന് ഭഗവാൻ പറഞ്ഞു. സച്ചിദാനന്ദ വിഗ്രഹമായിട്ടുള്ള ആത്മീയ ശരീരം തന്നെയാണ് അത്. ഭഗവാൻ അങ്ങനെയാണ് അവതരിക്കുന്നത്. ഭഗവാൻ അവതരിക്കുന്ന സമയത്തും ഭഗവാൻ ഏത് ശരീരം സ്വീകരിച്ചാലും ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപത്തിന് ഒരിക്കലും ഒരു മാറ്റവുമില്ല എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങൾ എടുക്കാറുണ്ട്. ഭഗവാൻ ചിലപ്പോൾ മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും ഒക്കെ പല രീതിയിൽ അവതരിക്കാറുണ്ട്. പക്ഷെ ആ ശരീരങ്ങളൊന്നും സാധാരണ ഭൗതിക ശരീരമല്ല, അതെല്ലാം ആത്മീയമായിട്ടുള്ള ശരീരമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം എന്ന് ഭഗവാൻ ഇവിടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ അതറിഞ്ഞാൽ മാത്രമേ, ഭഗവാന്റെ അവതാര രഹസ്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക്, ഒരു ജീവന് മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് ആ ശ്ലോകം. ഭഗവാന്റെ അവതാര രഹസ്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 4ാമത്തെ അധ്യായത്തില് 9ാമത്തെ ശ്ലോകം. ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മനൈതി. ആ വ്യക്തിക്ക് പുനർജന്മമില്ല. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ അവതാര രഹസ്യങ്ങൾ, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ശരീരം, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള കർമ്മങ്ങൾ, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ഉപദേശം, ഇതിന്റെയൊക്കെ തത്വം മനസ്സിലാക്കിയ വ്യക്തിക്ക് പിന്നെ പുനർജന്മം ഉണ്ടാവുകയില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ തന്നെ
ഭഗവാന്റെ ശരീരത്തിനെ കുറിച്ച് പറയുന്നത്. ഭഗവാന്റെ ശരീരം ഭൗതികമല്ല, ആത്മീയമാണ് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാന്റെ ഹൃദയത്തിൽ അധർമ്മത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഭഗവാന്റെ ഹൃദയം പൂർണ്ണമായിട്ടും ശുദ്ധമാണ്. ഭഗവാന്റെ ശരീരവും ഭഗവാന്റെ ഹൃദയവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഭഗവാന്റെ മനസ്സും ഭഗവാന്റെ ബുദ്ധിയും ഒന്നും വ്യത്യസ്തമല്ല, എല്ലാം ആത്മീയം തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതം, അച്യുതം, അനാദിം, അനന്തരൂപം എന്ന് ഭഗവാനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ആത്മീയം തന്നെയാണ്. ഭഗവാന് ഭൗതികമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നവിടെ പറയും. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഹൃദയം ഏറ്റവും ശ്രേഷ്ഠമായത് കൊണ്ടാണ് ഭഗവാനെ ഋഷഭദേവൻ എന്ന് വിളിക്കുന്നത് എന്ന് പറയും. ഋഷഭൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ, ഏറ്റവും ഉന്നതൻ ആരാണ്? ആ ഏറ്റവും ഉന്നതൻ എന്നുള്ള അർത്ഥമാണ് ഋഷഭൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ എന്നെ ഋഷഭൻ എന്ന് വിളിക്കുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, എല്ലാ ജീവാത്മാക്കളിലും ഏറ്റവും ശ്രേഷ്ഠനായതുകൊണ്ട് രണ്ടു തരം ജീവാത്മാക്കളിലും ചരങ്ങളിലും അക്ഷരങ്ങളിലും ഉന്നതനായതുകൊണ്ട് ഭഗവാനെ സാധാരണ ജനങ്ങൾ എന്ത് വിളിക്കുന്നുണ്ട്? പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഋഷഭദേവൻ ഇവിടെ പറയുന്നു എല്ലാ ജീവജാലങ്ങളിലും ശ്രേഷ്ഠനായതുകൊണ്ട് ഭഗവാനെ ഋഷഭൻ എന്ന് ജനങ്ങളിലും ഇങ്ങനെ വേദ സാഹിത്യങ്ങളിലും ഋഷഭൻ എന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയും. അതിനുശേഷം ഭഗവാൻ തന്റെ പുത്രന്മാർക്ക് ഒരു പ്രത്യേക നിർദ്ദേശം നൽകുകയാണ്. നിങ്ങൾ 99 പുത്രന്മാർ എന്റെ പ്രത്യേക സങ്കല്പം അനുസരിച്ച് ജനിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അസൂയയ്ക്ക് അടിമപ്പെടരുത്. നിങ്ങൾ ജനങ്ങളെ ധാർമ്മികമായിട്ട് ഭരിക്കണം. ഈ രാജ്യം ധാർമ്മികമായിട്ട് ഭരിക്കണം. അതിന് സഹായിക്കണം. അതിനെന്ത് വേണം? നിങ്ങളുടെ മുതിർന്ന സഹോദരനായിട്ടുള്ള ഭരതനെ അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. ഭരതനെ ഏറ്റവും ഉന്നതനായിട്ട്, ഏറ്റവും ധാർമ്മികനായിട്ട്, ഏറ്റവും ഉയർന്ന ഭക്തനായിട്ട് ഭരതനെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി ഭരതനാണ്. ആ ഭരതന് അസൂയ കൂടാതെ സേവനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും എല്ലാവിധ ധാർമ്മികമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാ ആത്മീയമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാവും. നിങ്ങൾക്ക് രാജ്യം ധാർമ്മികമായി ഭരിക്കുന്നതിനും സാധിക്കും എന്ന് ഋഷഭദേവൻ പറഞ്ഞുകൊള്ളു. അപ്പോൾ എല്ലാവരും തുല്യരാണ് എന്നുള്ള കാര്യമല്ല പറയുന്നത്. ചില വ്യക്തികൾ കൂടുതൽ ഉയർന്ന ഭക്തന്മാരുണ്ടാകും. ആ ഉയർന്ന ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെ അവർക്കും അതേ ഗുണം ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അസൂയാലുക്കളാവരുത്. നിങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഭരതനെ അക്ലിഷ്ടബുദ്ധിയാ ഭരതം ഭജദ്വം ശുശ്രൂഷണം തദ്ഭരണം പ്രജാന. അക്ലിഷ്ടബുദ്ധി, അസൂയയില്ലാത്ത, മാലിന്യമില്ലാത്ത ബുദ്ധി കൊണ്ട് നിങ്ങൾ ഭരതനെ സേവിക്കണമെന്നാണ് പറയുന്നത്. അസൂയയില്ലെങ്കിൽ മാത്രമേ, അഹങ്കാരമില്ലെങ്കിൽ മാത്രമേ അങ്ങനെ മറ്റൊരു വ്യക്തിയെ ഉയർന്ന വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ, അവരെ സേവിക്കാനും സാധിക്കും. അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് മറ്റുള്ളവനെ സേവിക്കുന്നത്? ഞാൻ പൂർണ്ണനാണ്, അല്ലെ? സിദ്ധോഹം ബലവാൻ സുഖി കോന്യോസ്തി സദൃശവുമായ എന്നെ പോലെ ആരാണുള്ളത് എന്നുള്ള ആ ഒരു ആസുരികമായിട്ടുള്ള ബുദ്ധിയിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. ഭരതനെ തന്നെ നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ എല്ലാവിധ ഗുണങ്ങളും സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉയർന്ന ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് മോക്ഷത്തിന്റെ മാർഗം തുറന്നു കിട്ടുന്നത്. മഹീയസാം പാദരജോഭിഷേകം. ഉന്നതരായിട്ടുള്ള ഭക്തരെ സേവിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് മോക്ഷത്തിന്റെ മാർഗം തുറന്നു കിട്ടും. അപ്പോൾ ഇവിടെ ഭരത മഹാരാജാവ് ഉയർന്ന ഭക്തനാണ് എന്നുള്ള കാര്യം ഋഷഭദേവൻ മറ്റുള്ള പുത്രന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വ്യത്യസ്ത നിലവാരത്തിലുള്ള ജീവാത്മാക്കൾ ഉണ്ടാകാം എന്നുള്ളതിന് ഉദാഹരണം അടുത്ത ശ്ലോകങ്ങളിൽ ഋഷഭദേവൻ പറയുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളും ഒരേ ബോധത്തിന്റെ നിലവാരത്തിലുള്ളതല്ല. ബോധത്തിന്റെ നിലവാരം അനുസരിച്ച് ആണ് ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും പറയുന്നത്. അല്ലാതെ ശരീരത്തിന്റെ നിലവാരം അനുസരിച്ചോ ജന്മത്തിന്റെ അടിസ്ഥാനം അനുസരിച്ചോ അല്ല പറയുന്നത്. ബോധത്തിന്റെ അടിസ്ഥാനം അനുസരിച്ചാണ് വ്യത്യസ്ത നിലവാരത്തിലുള്ള ജീവജാലങ്ങളെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുന്നത്.
അതിലേറ്റവും താഴ്ന്ന ബോധമുള്ള ജീവജാലങ്ങളെ തൊട്ട് ഏറ്റവും ഉയർന്ന ബോധമുള്ള വ്യക്തിയെ കുറിച്ച് വരെ ഭഗവാൻ പറയുന്നുണ്ട് 21 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളിൽ. അപ്പോൾ ഒരു ജീവന്റെ ബോധത്തിന്റെ പരിണാമമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ബോധം ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും. മനുഷ്യ ശരീരത്തിൽ അത് ഒറ്റയടിക്ക് ഉയർത്താൻ സാധിക്കും. അത് ഏതുവരെ ഉയർത്താം, ഏതാണ് ബോധത്തിന്റെ ഏറ്റവും ഉയർന്ന തലം എന്ന് ഭഗവാൻ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഭൂതേഷു വിരുദ്ധ്യ ഉദുത്തമായേ സരീസൃപാസ്തേഷു സബോധനിഷ്ഠ തതോ മനുഷ്യ പ്രമഥാസ്തതോപി ഗന്ധർവസിദ്ധാവിബുധാനുഗായേ. ഏറ്റവും താഴ്ന്ന ബോധം ഉള്ള ജീവജാലങ്ങൾ എന്ന് പറയുന്നത് സസ്യങ്ങളാണ്. നടക്കാൻ സാധിക്കാത്ത, ചലിക്കാൻ സാധിക്കാത്ത സസ്യങ്ങളാണ് എന്ന് പറയുന്നത്. വിരുദ്ധ്യ എന്ന് പറയുന്നത് ചെടികളാണ്. അവർക്ക് ചലിക്കാൻ സാധിക്കുന്നില്ല, അവർക്കധികം ബോധവുമില്ല. അവരേറ്റവും തമോഗുണത്തിലുള്ള ജീവജാലങ്ങളാണ്. പക്ഷെ ആ ജീവജാലങ്ങളും ഭഗവാന്റെ ഭൗതിക ശക്തിയേക്കാൾ ഉയർന്നവരാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഭൂതേഷു, ഭൂമി, ജലം, അഗ്നിവായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതിനേക്കാൾ ഉയർന്നതാണ് എല്ലാ ജീവജാലങ്ങളും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപരേമിതത്വന്യം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. അപ്പോൾ ആ ചെടികൾ സാധാരണ ഭൗതിക വസ്തുക്കളെക്കാൾ ഉയർന്നവരാണ്. അതിനേക്കാൾ ഉയർന്നവരാണ് സരീസൃപ, ശരീരം കൊണ്ട് സഞ്ചരിക്കുന്ന ഉരകങ്ങൾ, ഇഴഞ്ഞു നടക്കുന്ന ജീവികൾ, സർപ്പങ്ങൾ, പുഴുക്കൾ, വിരകൾ, ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഇഴഞ്ഞു നടക്കുന്ന ജീവികൾ ആ സസ്യങ്ങളെക്കാൾ ബോധമുള്ളവരാണ്. സസ്യങ്ങളെക്കാൾ ഉയർന്ന ജ്ഞാനമുള്ളവരാണ്, ബോധമുള്ളവരാണ്. അതിനേക്കാൾ ഉയർന്നവരാണ് മൃഗങ്ങൾ എന്ന് പറയും. സബോധനിഷ്ഠ, ഇഴഞ്ഞു നടക്കുന്ന ജീവികളെക്കാൾ കാലുകളുള്ള മൃഗങ്ങളാണ് കൂടുതൽ ബോധമുള്ളവരെന്ന് പറയും. ഇതേ ഒരു എവല്യൂഷനെ കുറിച്ച്, ഇതേ ഒരു പരിണാമത്തെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഭാഗവതത്തിൽ. ആര് പറഞ്ഞു കൊടുത്താന്ന് ഓർമ്മയുണ്ടോ? കപിലോപദേശത്തിൽ ദേവഹൂതിക്ക് ഇതേ ഒരു എവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. ബോധത്തിന്റെ ഉയർന്ന തലം അത് തന്നെയാണ് ഇവിടെ ഋഷഭദേവനും പറയുന്നത്. അപ്പോൾ ഇഴഞ്ഞു നടക്കുന്ന ജീവികളെക്കാൾ ഉയർന്ന ബോധമുള്ളതാണ് കാലുകളുള്ള മൃഗങ്ങൾ എന്ന് പറയുന്നത്. സബോധനിഷ്ഠ, അതിനേക്കാൾ അവരിൽ വെച്ച് ഏറ്റവും ഉയർന്ന ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. തതോ മനുഷ്യ, മനുഷ്യൻ ആണ് ഏറ്റവും ഉയർന്ന ബോധമുള്ള വ്യക്തി എന്ന് പറയും നമ്മുടെ ഇടയിൽ. ആ മനുഷ്യരെക്കാൾ ഉയർന്ന ബോധമുള്ളതാണ് പ്രമഥ. പ്രമഥ എന്ന് പറയുന്നത് ഭൂതപ്രേതങ്ങൾ. ഭൂതപ്രേതങ്ങൾ ഭൂമിയുടേക്കാൾ ഉയർന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. ഭൂവർലോകങ്ങളിലാണ് ഭൂതപ്രേതങ്ങളെ കാണുന്നത്. അപ്പോൾ അവര് കൂടുതൽ ഉയർന്നവരാണ്. മനുഷ്യ ശരീരത്തിനേക്കാൾ ഉയർന്ന ശരീരമാണ് അവർക്കുള്ളത്, പ്രമഥ. അവരെക്കാൾ ഉയർന്നവരാണ് ഗന്ധർവന്മാർ എന്നാണ്. ഗന്ധർവന്മാരെക്കാൾ ഉയർന്നവരാണ് സിദ്ധന്മാർ. സിദ്ധന്മാരെക്കാൾ ഉയർന്നവരാണ് അസുരന്മാർ എന്നാണ് പറയുന്നത്. അസുരന്മാരും കൂടുതൽ ഉയർന്ന ശക്തിയുള്ളവരാണ്, ബോധമുള്ളവരാണ് എന്ന് പറയുന്നത്. ആ അസുരന്മാരെക്കാൾ ഉയർന്നവരാണ് ദേവന്മാർ എന്ന് പറയും. ദേവന്മാരെക്കാൾ ഉയർന്നവരാണ്, ദേവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ഇന്ദ്രൻ എന്ന് പറയും. ഭഗവത് പ്രധാന. ആ ദേവേന്ദ്രനേക്കാൾ ഉപരിയുള്ളവരാണ് ബ്രഹ്മാവിന്റെ പുത്രന്മാർ എന്നാണ് പറയും. ബ്രഹ്മസുത, ബ്രഹ്മാവിന്റെ നേരിട്ടുള്ള പുത്രന്മാർ. ബ്രഹ്മാവിന്റെ നേരിട്ടുള്ള പുത്രന്മാരല്ല ദേവന്മാർ. ദേവന്മാർ പിന്നീട് കശ്യപന്റെയും അതിഥിയുടെയും പുത്രന്മാരായിട്ട് വന്നിട്ടുള്ളവരാണ്. പക്ഷെ ബ്രഹ്മാവിന്റെ നേരിട്ടുള്ള പുത്രന്മാർ ദേവന്മാരെക്കാൾ കഴിവുള്ളവരാണ്, ശക്തിയുള്ളവരാണ്, ഉയർന്ന ബോധത്തിലുള്ളവരാണ്. പ്രജാപതിമാർ, മഹർഷിമാർ, ദക്ഷൻ തുടങ്ങിയിട്ടുള്ള പ്രജാപതിമാർ, അതേപോലെ മരീചി തുടങ്ങിയിട്ടുള്ള മഹർഷിമാർ, മരീചി, അത്രി, അങ്കിരസ്, കുലഹൻ, പുലസ്ത്യൻ, അങ്ങനെയുള്ള ബ്രഹ്മാവിന്റെ നേരിട്ടുള്ള പുത്രന്മാർക്ക് ദേവന്മാരെക്കാൾ ആയുസ്സും അവരെക്കാൾ കൂടുതൽ ജ്ഞാനവും ബോധവും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ബ്രഹ്മസുത, അവരെക്കാൾ ഉയർന്ന ആ ബ്രഹ്മപുത്രന്മാരെക്കാൾ ഉയർന്നവരാണ് ബ്രഹ്മാവും മഹാദേവനും എന്നാണ് പറയുന്നത്. ഭവൻ, ഭവൻ എന്ന് പറയുന്നത് മഹാദേവനാണ്. വിരിഞ്ചി എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവും മഹാദേവനും അവരെക്കാൾ, ബ്രഹ്മസുതന്മാരെക്കാൾ ഉയർന്നവരാണ്
എന്നാൽ ഏറ്റവും ഉന്നതനായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. സമത് പരോഹം, ഞാൻ തന്നെയാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത്. ബ്രഹ്മാവിനെയും മഹാദേവനെയും ബ്രഹ്മപുത്രന്മാരെയും എല്ലാ മഹർഷിമാരെയും നിയന്ത്രിക്കുന്നവൻ ഞാൻ തന്നെയാണ് എന്ന് പറയും. ആ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാണ് എന്നാണ് അടുത്തത് പറയുന്നത്. ദ്വിജദേവ ദേവ സമത് പരോഹം ദ്വിജദേവ ദേവ. ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ളവരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്നാണ്. ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ളവരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രഹ്മജ്ഞാനാദി ഇതി ബ്രാഹ്മണൻ. ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറയും. അപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ എന്നുള്ള വാക്ക്, ദ്വിജൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ആ ജാതി ബ്രാഹ്മണന്മാരെ അല്ല ഉദ്ദേശിക്കുന്നത്. ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചാണ് ഭഗവാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടം, ഏറ്റവും ഉയർന്ന വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ്? ഭഗവാന്റെ ഭക്തന്മാരാണ്. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിച്ചിട്ടുള്ളവരാണ്. വേദങ്ങളിലൂടെയും ഗുരുക്കന്മാരിലൂടെയും ശാസ്ത്രങ്ങളിലൂടെയും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാനെ സേവിക്കുന്നവരാണ് ഭഗവാന് ഏറ്റവും താല്പര്യമുള്ള വ്യക്തികൾ എന്ന് പറയുന്നു. അപ്പോൾ അതാണ് ഒരു ജീവന് എത്തിപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ബോധം എന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഏറ്റവും ഉയർന്ന തലമാണ് എന്ന് പറയുന്നു. ആ ഭക്തന്മാരിലൂടെ ഭഗവാൻ എല്ലാ സേവനങ്ങളും സ്വീകരിക്കുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഭക്തന്മാർ എന്തെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കും. അത് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് അല്ലെ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിവരദം അസ്നാമി പ്രയതാത്മന. ഇവിടെ ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന ആ ഭക്തന്മാർ ഭഗവാനോട് വളരെയധികം സ്നേഹമുള്ളവരാണ്, ഭഗവാനെ കുറിച്ച് അറിയുന്നവരാണ്, ഭഗവാന്റെ സേവനത്തിൽ മാത്രം ഒഴുകിയിട്ടുള്ളവരാണ്. അവരെന്തെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ യജ്ഞത്തിൽ സമർപ്പിക്കുന്നത് പോലെ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജീവന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന തലം, ഏറ്റവും ഉയർന്ന ബോധം ഭഗവാനെ കുറിച്ചുള്ള ബോധമാണ്. ആ ഭഗവാനെ കുറിച്ചുള്ള ബോധം ആർജിച്ചവരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ആ ബ്രാഹ്മണ തലത്തിൽ എത്തിയവർ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളവരാണ്. അതെങ്ങനെയാണ് എത്തുന്നത് എന്നൊക്കെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. മാം ചെയ്യോ അഭിപിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതിത്തേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ആ ബ്രഹ്മഭൂത തലത്തിൽ എങ്ങനെയാണ് എത്തുന്നത്? ഭഗവാനെ നിരന്തരം സേവിക്കുന്നതിലൂടെയാണ് എത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏറ്റവും ഉയർന്ന ബോധത്തിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ബ്രാഹ്മണൻ എന്നുള്ള നിലവാരത്തിൽ എല്ലാവർക്കും എത്താൻ സാധിക്കും. അതാണ് ഒരു ജീവന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ബോധം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ളവരെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും സേവനം ചെയ്യുന്നത് യജ്ഞത്തിന് സമർപ്പിക്കുന്നതിനേക്കാൾ സന്തോഷകരമായിട്ട് ഭഗവാൻ സ്വീകരിക്കും എന്നിവിടെ അടുത്ത ശ്ലോകത്തിൽ പറയാം. ആ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്വന്തം മക്കളെ ഋഷഭദേവൻ ഉപദേശിക്കുന്നത്. അത് ഭരത മഹാരാജാവിനെ സേവിക്കുന്നതിലൂടെ സാധിക്കും എന്നും ഭഗവാൻ പറഞ്ഞു. പിന്നീട് എങ്ങനെയാണ് ആ രാജ്യം ഭരിക്കേണ്ടത് എന്നും ആ രാജ്യം ഭരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നും ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കത് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ. ഉഷകുമാരി മഹർജി ജപിച്ചു. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ